തിരുവനന്തപുരം കുമാരപുരത്ത് നിന്ന് വെൺപാലോട്ടം പോകുന്ന പൂന്തി റോഡിൽ നിന്ന് ഏകദേശം 160 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. 8 സെന്റിൽ 2750 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂം വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നമ്മുടെ കുമാരപുരം സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കിംസൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഇടതുവശത്തായിട്ടും വലതുവശത്തായിട്ട് ഈ കരിക്കും നോങ്കുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് തന്നെ വലത്തോട്ട് കുഞ്ച് വീട് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ച് വീട് നേരകത്തേക്ക് കയറി 150 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. ഈ റോഡ് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ചാടിമുക്ക് കയറി അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്തേക്ക് കയറാം. RCCയുടെ അടുത്തേക്കും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനകത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് പോകാൻ 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൂടി പോകും, ശരിക്കും അതിനെക്കാട്ടും ഒത്തിരി താഴെയാണ് കേട്ടോ. അത്ര ഈസിലി മെഡിക്കൽ കോളേജിനകത്ത് കയറാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ വീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴയ ഒരു സ്ട്രക്ചറിൽ അവർ ബാക്കിയും കൂടെ പണി ചെയ്ത് തീർത്തെടുത്തതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലേക്കുള്ള പോർഷൻ വന്നിട്ട് ഇത്തിരി പഴയതും മുൻവശത്തേക്ക് പുതിയതുമാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് പിന്നീട് പെർമിറ്റ് എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. പൂർണ്ണമായിട്ട് ഇഷ്ടികയിലുള്ള വീടാണ്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഈ മുൻവശത്തുള്ള വാതില് കട്ടള എല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത്. വീടിനകത്തുള്ള എല്ലാ സാധനവും പുതിയതാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ പഴയ ഒരു സ്ട്രക്ചർ മാത്രം ബാക്കിലോട്ട് ഉണ്ടായിരുന്നേ ഉള്ളൂ. ബാക്കി ഈ കാണുന്ന പോർഷൻ എല്ലാം തന്നെ പുതിയതാണ്. ഇവിടെ നമ്മുടെ ഒരു ഗസ്റ്റ് റൂമായിട്ട് കണക്കാക്കാം. ഇവിടെ നമുക്ക് TV യൂണിറ്റ് വേണമെങ്കിൽ വെക്കാം. നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇതിനകത്താണ്. നമ്മുടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് ഈ പോർഷൻ ഉപയോഗപ്പെടുത്താം. ഇവിടെ ആയിട്ട് ഡൈനിങ് വരും. ഇവിടെയാണ് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ പൂർണ്ണമായിട്ടും മോഡലാ കിച്ചണിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. മേളിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് ഉണ്ട്. ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സിങ്ക് ഒക്കെ നോക്കി. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങിയാൽ നമുക്കിതാ ഈ സ്റ്റെയറിന്റെ അടിവശത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഉപയോഗപ്പെടുത്താവുന്ന സ്പേസ്. പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം. ഇതിനകത്തെല്ലാം പുത്തനാണ് കേട്ടോ. ഈ സൈഡ് നോക്കി. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഗ്യാസിൻ്റെ സംഭവം എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പൈപ്പ് ലൈൻ ഗ്യാസ് തന്നെ എടുക്കാൻ പറ്റും. കാരണം മുൻവശത്തുള്ള റോഡിൽ ഓൾറെഡി ഡ്രെയിനേജിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. പൈപ്പ് ലൈൻ്റെ വർക്ക്, ഗ്യാസ് പൈപ്പ് ലൈൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം മെറ്റലിങ് കഴിഞ്ഞ് കിടക്കുവാണ്. മോസ്റ്റ്ലി ഒരു 2 ആഴ്ചക്കകത്ത് ടാറിങ് ഉണ്ടാവുമേ. താഴത്തെ നിലയിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതുപോലെ ഫുൾ ഹൈറ്റിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജും ഇങ്ങനെയുള്ള ഒരു വർക്ക് ടേബിളുമായിട്ട് ഒരു കബോർഡ് കൂടെ കാണാൻ സാധിക്കും. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഫുൾ ഹൈറ്റിൽ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ സെറ, എസ്കോ പോലുള്ള ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഇവിടെ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. മേളത്തെ നിലയിൽ 3 ബെഡ്റൂംസ് ഉണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഇതുപോലെ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് 2ാമത്തെ ബെഡ്റൂം വരും. ഇതിനകത്തും കബോർഡെല്ലാം നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിലാണ് കേട്ടോ. ഇതുപോലെ 2 സൈഡിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആ ഭാഗത്തായിട്ട് വരും. 3ാമത്തെ റൂം എന്ന് പറയുന്നത് ശരിക്കും 2 പാർട്ടീഷനുള്ള വലിയൊരു റൂമാണ്. എങ്ങനെയാ വെച്ചാൽ ഇതൊരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ഭാഗത്തായിട്ട് ബെഡ്റൂം സ്പേസ് ആക്കി എടുക്കാം. ഇവിടെ വേണമെങ്കിൽ TV ഒക്കെ വെക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. മുൻവശത്തേക്ക് നമുക്ക് ആ ഒരു എക്സ്റ്റൻഡഡ് പോർഷനിൽ ഇതുപോലെ ഒരു ഓപ്പൺ ടെറസാണ് ചെയ്തിട്ടുള്ളത്. ചുറ്റുവട്ടം ഇതൊക്കെ അടുത്തൊക്കെ വീടുകളെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൈം ലൊക്കേഷനാണ് കേട്ടോ. കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്ത്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കയറാൻ ഒരു 10-800 മീറ്റർ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസായി. RCC ഒക്കെ തൊട്ടടുത്താണ്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ പണി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇതുവഴി നടന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാം. നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. മെയിൻ റോഡിലാണെങ്കിൽ 10-30 ലക്ഷം രൂപ വിലയുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പെർസെൻറ്റ് റേറ്റ് തന്നെ 25 ആ റേഞ്ചിലാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് മൊത്തത്തിൽ 2,30,00,000 രൂപയാണ് ചോദ്യ വില. അതിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം.